പ്രിയമുള്ളവരെ, ബിഗ് ബോസിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ അവസാന ആഴ്ചയിൽ നമ്മൾ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 പേര് ഫൈനൽ വീക്കിലുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ വിന്നേഴ്സിനെ ഒന്ന് അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് വിന്നേഴ്സിനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക എന്നുള്ള ഒരു ചെറിയൊരു പ്രഡിക്ഷനാണ് ഇവിടെ നടത്തുവാൻ കാര്യകാരണങ്ങൾ സഹിതം. പ്രത്യേകമായിട്ട് അനുമോളെയും അനീഷിനെയും ഒന്ന് താരതമ്യം ചെയ്യുവാനായിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ എത്തിയിരിക്കുക. ബാക്കിയുള്ളവർ ടോപ്പ് 3യിൽ നമുക്കറിയാം ഷാനവാസും അനീഷും അനുമോളും തന്നെയായിരിക്കും. അതിൽ ടോപ്പ് 2വിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഷാനവാസിൻ്റെ ഒരു കുതിപ്പ് 3ാം സ്ഥാനത്ത് അവസാനിക്കേണ്ടതാണ് ഇപ്പോഴത്തെ നിലയനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ അവസാനം വരിക അനുമോളും അനീഷുമായിരിക്കും. ഈ അനുമോളും അനീഷും തമ്മിലുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത്, വോട്ടിംഗ് യുദ്ധം എന്ന് പറയുന്നത് ആഴ്ചകൾക്ക് മുന്നേ തന്നെ തുടങ്ങിയതാണ്. അനീഷിന് വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭൂരിപക്ഷം കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം അതൊരു വളരെ ടൈറ്റ് കോമ്പറ്റീഷനായിട്ട്, അല്ലെങ്കിൽ അനുമോൾക്ക് മേൽക്കൈ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു 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 കോമ്പറ്റീഷനായിട്ട് തന്നെ അത് നിലനിൽക്കുകയാണ്. പല യൂട്യൂബ് ചാനൽസും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അനുമോൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാണിതെന്ന്. എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കൊടുത്തുവെന്നല്ല ഉദ്ദേശിക്കുന്നത്, ബിഗ് ബോസ് അനുമോൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തെന്നല്ല ഉദ്ദേശിക്കുന്നത്. സാഹചര്യങ്ങൾ അങ്ങനെ ഉരുത്തിരിയുകയാണ്. അത് ബിഗ് ബോസിൻ്റെ ഉള്ളിലെ കണ്ടന്റ് മാത്രമല്ല, പുറത്തുള്ള കളികൾ, PR കളികൾ, സമ്മർ മീഡിയ, രാജ് ടോക്സും അതുപോലെയുള്ള കുറേ ചെറുകിട ചാനലുകളും ഈ രാജ് ടോക്സിൻ്റെയും സമ്മർ മീഡിയ പോലെയുള്ള വൻകിട ചാനലുകളും എല്ലാം അനുമോൾക്ക് സപ്പോർട്ട്. അനുമോൾക്ക് മുൻകൂട്ടം കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അനുമോൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് മുൻതൂക്കം കൊടുക്കുന്നത്? അതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അനുമോൾക്ക് സ്റ്റാർ മാജിക് ബേസ് ആയിട്ടുള്ള, സീരിയൽ ബേസ് ആയിട്ടുള്ള വലിയൊരു ആരാധക വൃന്ദത്തോടു കൂടിയാണ് ബിഗ് ബോസിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ആ ആരാധക വൃന്ദത്തെ കൂടെ നിർത്തുവാനും പുതിയ ആൾക്കാരെ ചേർത്ത് നിർത്തുവാനും പുറത്തുള്ള PR വെളുപ്പിക്കലുകൾ കൊണ്ടും വളരെ പ്രശസ്തമായിട്ടുള്ള ശക്തമായ ഫാൻ ബേസുള്ള സമ്മർ മീഡിയ, രാജ് ടോക്സ് മുതലായ ചാനലുകളുടെ സപ്പോർട്ട് കൊണ്ടും അവർക്ക് സാധിച്ചു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി. ബിഗ് ബോസിൽ എനിക്ക് അനുമോളെ ഇഷ്ടമല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ അവിഹിതങ്ങൾ, ചുമ്മാ വെറുതെ ആരോപണങ്ങൾ, അത് എത്ര വൃത്തികെട്ട ആരോപണങ്ങളാണെങ്കിലും അത് ഉന്നയിക്കാനായിട്ട് അനുമോൾക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ ഇവിടെ അനീഷ് ഐ ലവ് യു, നമുക്ക് വിവാഹം കഴിച്ചാലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് അവളുടെ അനുമോളുടെ ആ ഒരു 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 സങ്കടം നമ്മൾ കണ്ടു. എന്നെ ആരെങ്കിലും ഇനി വിവാഹാലോചനയ്ക്കായിട്ട് വരുമോ? അതായത് മറ്റുള്ളവരെ കുറിച്ച് എന്ത് വൃത്തികേടും പറയാൻ മടിയില്ലാത്ത ഒരു സ്ത്രീയാണ് ഇവിടെ സ്വന്തമായിട്ട് ഒരാൾ പ്രപ്പോസ് ചെയ്തപ്പോൾ എന്ത് മാന്യമായിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ പറയുകയാണ് എനിക്കിനി ആലോചനകൾ വരുമോ? ബോഡി ഷെയ്മിങ് നടത്താൻ കഴിഞ്ഞ ദിവസം കണ്ടു, ഈ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ കണ്ടു. നമ്മുടെ നെവിൻ സാരി എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ബോഡി ഷെയ്മിങ് നടത്തുകയാണ്, എത്ര മാസം ഗർഭിണിയാണെന്ന് ചോദിച്ചുകൊണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കിച്ചൺ കാർഡ്, ഒരു കിച്ചണിൽ വന്ന് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്ന എല്ലാവരും, ലാലേട്ടൻ പോലും ചോദിച്ചു പോയി, അത് അവർക്കങ്ങ് കൊടുത്തുകൂടെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് എടുത്തുകൂടെ? സാമനോട് ചോദിച്ചു അവിടുത്തെ ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആരാന്ന്. അത് അനുമോള് തന്നെയാണ്. ഷാനവാസിൻ്റെ ചോദിക്കുക, അതല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റ് മിക്കവരും തന്നെ പറയും അനുമോള് വിശ്വസിക്കാൻ കൊള്ളുകയല്ല, കൂടെ നിൽക്കാൻ കൊള്ളുകയല്ല, വിശ്വസിക്കാൻ കൊള്ളുകയില്ല, എല്ലാം ഗെയിമായിട്ട് എടുക്കും. നമ്മളോട് അടുത്തൊന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഗെയിമിന് ആൾക്കാരെ തന്നിലേക്ക് ആകർഷിക്കാനും വോട്ട് കിട്ടാനും വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി എനിക്ക് എന്തായാലും വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാനായിട്ട് സാധിക്കുകയില്ല. അതാണ് പ്രധാനമായിട്ടും ഞാൻ, അല്ലെങ്കിൽ ഒരു ലേഡി വിന്നർ ആകുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ദിൽഷ വിന്നറായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആരൊക്കെ നിഷേധിച്ചാലും അത് റോബിൻ്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഒരു ലേഡി വിന്നർ, സ്വന്തം കഴിവുകൊണ്ട്. പക്ഷേ ഇങ്ങനത്തെ കഴിവുകൊണ്ട് ഒരാൾ വിന്നറാകാന്ന് പറഞ്ഞാൽ അത് ബിഗ് ബോസ് കാണുന്നവർക്ക് തന്നെ മോശമാണ്. ജിൻഡോയ്ക്ക് കൊടുത്ത ഒരു കപ്പ് ഇനി അർഹിക്കാത്ത കാര്യങ്ങളിൽ ഒരിക്കലും എത്തിച്ചേരാൻ പാടില്ല. നേരത്തെ ഉണ്ടാക്കിയ ഫാൻ ബേസിൻ്റെ പുറത്ത്, അതുപോലെ തന്നെ PR ഏജൻസിയുടെ പുറത്ത് ഉണ്ടാക്കിയ ഒരു ഫാൻ ബേസാണ് അനുമോൾക്കുള്ളതെങ്കിൽ, അനീഷിന് ഈ ബിഗ് ബോസിലേക്ക് കടന്നു വരുമ്പോൾ ഒരു തരത്തിലുള്ള ഫാൻ ബേസും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഈ ബിഗ് ബോസിലെ അദ്ദേഹത്തിൻ്റെ ഈ കളി കണ്ട ശേഷം വന്ന ആരാധകരാണ്. അത് അദ്ദേഹം, പലരും പറയുന്നു കോമൺ മാൻ എന്ന കാർഡ്. ഓക്കെ, കോമൺ മാനാണ്. അദ്ദേഹത്തെ കോമൺ മാൻ അല്ലാതാക്കുന്ന എന്താണ്? ഒരു സെൽമി ദ ആൻസറിൽ ഒരു
ഒരു ചെറിയൊരു പാട്ട് നമ്മൾ ഒരിക്കലും ഓർക്കുന്നില്ല. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ബിഗ് ബോസിന് മുമ്പ് ആർക്കും അറിയത്തില്ല. ആ പുസ്തകം എഴുതിയതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഒരു ലോക്കൽ ചാനലിൽ വാർത്ത വായിച്ചതിൻ്റെ പേരിലോ ആർക്കും അറിയത്തില്ല. ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ കോടന്നൂർ മാത്രം ഒതുങ്ങേണ്ട ഒരു സാധാരണക്കാരൻ മൈജിയിൽ പോയി പേര് കൊടുത്തു, സെലക്റ്റഡായി, പിന്നെ തൃശ്ശൂരും കടന്നു ഇപ്പോൾ കേരളക്കരയൊക്കെ ആകെ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കളികൾ, സത്യസന്ധത, മാന്യമായ പെരുമാറ്റം, ആരോടും ഒരു വൃത്തികെട്ട വാക്ക് പറയല്ല, എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയും, ഇറിറ്റേറ്റ് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഒരാളൊന്ന് ഓർത്ത് വയ്ക്കുക, വൃത്തികെട്ട വാക്ക് തെറി പറയാതെ ഒരാൾ നമ്മളോട് ചൂടാകുകയാണെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആകും. കാരണം നമുക്ക് തിരിച്ചടിക്കാൻ ആയുധങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ കൺട്രോളും ബാക്കിയുള്ളവർ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കും. അതിൽ കയറി നമുക്ക് പിടിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ അനീഷിനെതിരെ അതിന് പോലും നമുക്ക് സാധിക്കുകയില്ല. ഒരു പ്രണയം തോന്നിക്കഴിഞ്ഞപ്പോൾ അത് ഓപ്പണായിട്ട് പറഞ്ഞു, സൗഹൃദം തോന്നിക്കഴിഞ്ഞപ്പോൾ അതും ഓപ്പണായിട്ട് കാണിച്ചു. എന്തെങ്കിലും തരത്തിൽ പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അനീഷ് ഒരു വിജയിയാകാൻ യോഗ്യതയുള്ളതാണ്, ഉള്ള ഒരാളാണ്. എങ്കിലും നമുക്കറിയത്തില്ല, ഈ വോട്ടിംഗ് എന്ന് പറയുന്നത് പല ഘടകങ്ങൾക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ ജയിച്ചതുപോലെ PR ഏജൻസി കൊണ്ട് ജയിക്കുകയോ ഇല്ലയോ നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് സാധിക്കുന്നത് പോലെ വോട്ടുകൾ ഹോട്ട്സ്റ്റാറിൽ തന്നെ ചെന്ന് കൊടുക്കുക. കാരണം ഏത് യൂട്യൂബുകളിൽ ചെന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ അവിടെ എല്ലാ അനുമോളും നല്ല ടോപ്പ് ലീഡിങ്ങിലിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഈ രണ്ട് പേര് തമ്മിലുള്ള കോമ്പറ്റീഷനിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്, ബാക്കിയുള്ള വോട്ടുകൾക്കൊന്നും വലിയ കഥയില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനീഷിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അനീഷിന് വോട്ട് ചെയ്യുക, അനുമോളെ ഇഷ്ടപ്പെടുന്നവരാണ് അനുമോളെ വോട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ തീരുമാനിക്കട്ടെ. നമുക്കൊരു നല്ലൊരു വിന്നറെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കാം. പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനെയാണ്. എനിക്ക് നെവിനെയും അക്ബറേയും ഷാനവാസിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഒരു ഫൈനൽ, കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഞാൻ നെവിനെ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഒരു ഫൈനൽ എത്തിക്കഴിയുമ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം അദ്ദേഹം 1ാം സ്ഥാനത്തെത്തേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒട്ടും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.